തമിഴ്നാട് മുൻ ബി.ജെ.പി. മേധാവി അണ്ണാമലൈ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന അഭ്യൂഹത്തിനിടെ നിർഭയ മനസ്സുകൾക്ക് പരിധികളില്ല എന്ന വാചകവുമായി കോയമ്പത്തൂരിലുടനീളം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പുതിയ പാർട്ടി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണോ ഇതെന്ന ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നു. ബി.ജെ.പിയുടെ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി യോഗം കോയമ്പത്തൂരിൽ നടക്കാനിരിക്കുന്നതിനിടെയാണ് പുതിയ പോസ്റ്റർ വിവാദം. കഴിഞ്ഞ 2 കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് അണ്ണാമലൈ വിട്ടുനിൽക്കുകയായിരുന്നു. ഇത് ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. എന്നാൽ വിദേശത്തുള്ള അണ്ണാമലൈ ഇതുവരെ ഈ സംഭവങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. തമിഴ്നാട്ടിൽ പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി ആവിർഭവിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള കോൺഗ്രസ് എം.പി. കാർത്തി ചിദംബരത്തിന്റെ ട്വീറ്റ് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. പുതിയ പാർട്ടി രൂപീകരിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ ബി.ജെ.പി. നേതാവ് നിതിൻ നബീനുമായി അണ്ണാമലൈ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്നും അറിയുന്നു. ത്രിഭാഷാ നയത്തെക്കുറിച്ച് കേന്ദ്രവുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് അണ്ണാമലൈ നേതൃത്വത്തോടെ ഇടയാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വാർത്ത. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 3 ഭാഷകൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം ഈ വർഷം റദ്ദാക്കി 2029-30 അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിലാക്കാനുള്ള മുൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അണ്ണാമലൈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. 2026 ജൂലൈ 1 മുതൽ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾ 3 ഭാഷ പഠിക്കണമെന്നും അതിൽ 2 എണ്ണം ഇന്ത്യൻ ഭാഷ ആയിരിക്കണമെന്നും പുതുക്കിയ വിജ്ഞാപനത്തിലുള്ളത്. എന്നാൽ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു പുതിയ ഭാഷ പഠിക്കാൻ കുട്ടികളിൽ സമ്മർദ്ദം ചെലുത്തിയാൽ അത് അവരുടെ മൊത്തത്തിലുള്ള പഠനത്തെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 3 ഭാഷ നിർബന്ധമാക്കുമെന്നും അതിൽ 2 എണ്ണം ഇന്ത്യക്ക് തനതായിരിക്കണമെന്നും CBSE പ്രഖ്യാപിച്ചിരുന്നു. ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തവരിൽ താനും ഉൾപ്പെട്ടിരുന്നുവെന്ന് അണ്ണാമലൈ പറഞ്ഞു. രാജ്യത്തെ വൈവിധ്യമാർന്ന സാഹിത്യ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള കുട്ടികളുടെ ഗ്രാഹ്യം വർദ്ധിപ്പിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2026 ഏപ്രിലാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. അതേ വിജ്ഞാപനത്തിൽ തന്നെ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 3ാം ഭാഷ 2029-30 അധ്യയന വർഷം മുതൽ മാത്രമേ നിർബന്ധമാക്കൂ എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത് മാത്രമല്ല അണ്ണാമലൈ ഇടയാൻ കാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി.ജെ.പിയും അണ്ണാമലൈയുടെ AIADMKയുമായുള്ള ബന്ധം വഷളായിരുന്നു. ഇത് സഖ്യകക്ഷികളുടെ നിർബന്ധപ്രകാരം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നതിലേക്ക് നയിച്ചതായി റിപ്പോർട്ടുണ്ട്. ഭാഷാ നയത്തെ ചൊല്ലി കേന്ദ്രവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, AIADMKയുമായുള്ള വഷളായ ബന്ധം, ബി.ജെ.പി. യോഗങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭാവം എന്നിവയെല്ലാം അണ്ണാമലൈയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളെ ശരിവെക്കുന്നു. എന്തായാലും അണ്ണാമലൈ അൻപുകൂട്ടത്തിന്റെ പോസ്റ്ററുകളും പ്രവർത്തനങ്ങളും ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്ഭവമാണോ അതോ അദ്ദേഹത്തിന്റെ അനുയായികളുടെ പിന്തുണയാണോ എന്നത് വ്യക്തമല്ല.